ഫിഫ്ത്ത് സം ഇലക്ട്രോണിക്സ് പേപ്പറിലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ സാധാരണ ഓഡിയോ സിഗ്നൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. നമുക്കറിയാം 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് വരെ, അതാണ് ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിഗ്നൽസിനെ നമ്മൾ സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുകയാണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം നമുക്ക് ആവശ്യമാണ്, അല്ലേ? ആദ്യകാലത്ത് നമ്മൾ ടെലഫോൺ ലൈൻസ് വഴി അങ്ങനെയൊക്കെയാണ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു മീഡിയത്തിൻ്റെ സഹായമില്ലാതെ വേണമെങ്കിൽ ഇത്തരം സിഗ്നൽസിനെ സെൻഡ് ചെയ്യാം. ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഈ സിഗ്നൽസിന് എനർജി വളരെ കുറവാണ്. കാരണം ഫ്രീക്വൻസി കുറവാണ്. 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ ഫ്രീക്വൻസി ഉള്ളൂ. അപ്പോൾ നമുക്കറിയാലോ E = h nu ആണ്. എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് തന്നെ എനർജിയും കുറവാണ്. അപ്പോൾ അത്രയും ലോങ് ഡിസ്റ്റൻസ് ഒന്നും ട്രാവൽ ചെയ്ത് പോകാനുള്ള ഒരു എബിലിറ്റി ഓഡിയോ സിഗ്നൽസിനില്ല. ഒരു മീഡിയത്തിൻ്റെ ഹെൽപ്പില്ലാതെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഒരിക്കലും നമ്മുടെ ഓഡിയോ സിഗ്നൽസിന് സാധിക്കില്ല. കാരണം അതിൻ്റെ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് എനർജിയും കുറവാണ് എന്നുള്ളതുകൊണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ലോങ് ഡിസ്റ്റൻസ് ഒരു മീഡിയത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഓഡിയോ സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി പറഞ്ഞു 20 കിലോ ഹെഡ്സ് വരെയൊക്കെ ഉള്ളൂ, ലോ ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞു, അല്ലേ? പക്ഷേ വേറെ ഒരുപാട് സിഗ്നൽസ് ഉണ്ട്. നമ്മളിപ്പോൾ റേഡിയോ വേവ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണല്ലേ റേഡിയോ വേവ്. ഇതിൻ്റെ ഫ്രീക്വൻസി വളരെ ഹൈ ആണ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് റേഡിയോ സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആ ലോ ഫ്രീക്വൻസി ഓഡിയോ സിഗ്നൽസിനെ ഈ ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽസുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുക. അങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ നമ്മൾ പറയുക മോഡുലേറ്റഡ് സിഗ്നൽ എന്നാണ്. മനസ്സിലായല്ലോ പറയണത്? അതായത് ഏത് സിഗ്നലിനെയാണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സിഗ്നലിനെ, ആ ഓഡിയോ സിഗ്നലിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നലുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെ സൂപ്പർ പൊസിഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടൻ്റ് വേവിനെ നമുക്ക് മോഡുലേറ്റഡ് വേവ് എന്ന് പറയാം. ആ മോഡുലേറ്റഡ് വേവിൻ്റെ പ്രത്യേകത അതിന് ഹൈ ഫ്രീക്വൻസി, ഹൈ എനർജി ഉണ്ട്. കാരണം റേഡിയോ സിഗ്നൽ ഉണ്ടല്ലോ അതിൽ, അല്ലേ? അപ്പോൾ ഹൈ ഫ്രീക്വൻസി അതിനുണ്ട്, ഹൈ എനർജി ഉണ്ട്, അല്ലേ? അപ്പോൾ ആ ഹൈ എനർജി ഉള്ള സിഗ്നലിന് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് ലോങ് ഡിസ്റ്റൻസ് ഒരു മീഡിയത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ ഈ മോഡുലേറ്റഡ് സിഗ്നലിനെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ ഓഡിയോ സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാം? സോഴ്സിൽ നിന്ന് റിസീവർ എൻഡിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള റിസീവറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ട്രാൻസ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ലോ ഫ്രീക്വൻസി സിഗ്നൽ ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽസുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മോഡുലേഷൻ. മോഡുലേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലോ ഫ്രീക്വൻസി ഓഡിയോ സിഗ്നൽ ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് വിത്ത് ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽസ് ആൻഡ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് മോഡുലേഷൻ. ഇതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുക. അങ്ങനെ ഈ മോഡുലേഷൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഹൈ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് റിസീവർ എൻഡിൽ എത്തുന്നു. ആ റിസീവർ എൻഡിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ മോഡുലേറ്റഡ് വേവിൽ നിന്ന് ഓഡിയോ സിഗ്നലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. കാരണം അതാണ് നമുക്ക് വേണ്ടത്, അല്ലേ? ഓഡിയോ സിഗ്നലാണ് നമുക്ക് വേണ്ടത് റിസീവർ എൻഡിൽ. അപ്പോൾ റിസീവർ എൻഡിൽ രണ്ടും കൂടിയും സൂപ്പർ ഇമ്പോസ് ചെയ്ത മോഡുലേറ്റഡ് വേവ് ആയിട്ടാണ് അത് എത്തുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഓഡിയോ സിഗ്നലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അങ്ങനെ മോഡുലേറ്റഡ് വേവിൽ നിന്ന് റിസീവർ എൻഡിൽ വെച്ചിട്ട് ഈ ഓഡിയോ സിഗ്നലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. ഓക്കെ, ഡീമോഡുലേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓഡിയോ സിഗ്നൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം മോഡുലേറ്റഡ് വേവ് അറ്റ് ദ റിസീവർ എൻഡ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓഡിയോ സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് സൗണ്ട് വേവ് വരുന്നു എന്നുള്ളതാണ്. അതായത് സോഴ്സിൽ നമ്മളൊരു സൗണ്ട് കൊടുക്കുന്നു, അത് മോഡുലേഷൻ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് മോഡുലേറ്റഡ് വേവ് ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം റിസീവർ എൻഡിൽ എത്തുന്നു. റിസീവർ എൻഡിൽ ഡിമോഡുലേഷൻ എന്ന് പറയുന്ന ആ ടെക്നിക്ക് അനുസരിച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അവിടെ ഓഡിയോ സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്തു, അല്ലേ? അപ്പോൾ നമ്മൾ സോഴ്സിൽ നിന്ന് ഓഡിയോ സിഗ്നലിനെ ലോങ് ഡിസ്റ്റൻസ് ഉള്ള റിസീവറിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. ഈ ഒരു ടെക്നോളജിയാണ്, അല്ലേ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളുടെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, നോക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. ദ പ്രോസസ് ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഓഡിയോ സിഗ്നൽസ് വിത്ത് ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ഈസ് കോൾഡ് മോഡുലേഷൻ. ഓക്കെ, അതായത് ഓഡിയോ സിഗ്നൽസിനെ ലോ ഫ്രീക്വൻസി ഓഡിയോ സിഗ്നൽസ് ആണ്, അതിനെ ഹൈ ഫ്രീക്വൻസി ഹൈ എനർജി റേഡിയോ വേവ്സുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്കിനെ, ഈ ഒരു പ്രോസസ്സിനെ മോഡുലേഷൻ എന്ന് പറയുന്നു. ബൈ ദിസ് പ്രോസസ് ദ ഹൈ എനർജി മോഡുലേറ്റഡ് വേവ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു ലോങ് ഡിസ്റ്റൻസസ് വിത്തൗട്ട് എയ്ഡ് ഓഫ് എനി മീഡിയം. അല്ലേ, ഈ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹൈ എനർജി ഉള്ള മോഡുലേറ്റഡ് വേവിനെ ഒരുപാട് ദൂരം ഒരു മീഡിയത്തിൻ്റെയും സഹായമില്ലാതെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതിനെ നമ്മൾ അല്ലേ, ഓഡിയോ സിഗ്നലിനെ നമ്മൾ പിന്നെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുള്ളത് ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നലുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മോഡുലേറ്റഡ് വേവിനും ഹൈ ഫ്രീക്വൻസി ഹൈ എനർജി ഉണ്ട്, അപ്പോൾ അതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, വെറും ഓഡിയോ സിഗ്നൽ ആണെങ്കിൽ എനർജി കുറവായതുകൊണ്ട് അത്രയും ദൂരം ഒരു മീഡിയത്തിൻ്റെ സഹായമില്ലാതെ അതിനൊരിക്കലും ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മോഡുലേറ്റഡ് വേവ് ആവുന്നതോട് കൂടിയിട്ട് റേഡിയോ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും എനർജിയാണ് അതിന് കിട്ടുന്നത് അല്ലേ, അപ്പോൾ അത്രയും ദൂരം അതിന് കവർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അറ്റ് ദ റിസീവർ എൻഡ് ഓഫ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദ ഓഡിയോ സിഗ്നൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ മോഡുലേറ്റഡ് വേവ് ബൈ ദ പ്രോസസ് കോൾഡ് ഡിമോഡുലേഷൻ. നമ്മൾ പറഞ്ഞല്ലോ, റിസീവർ എൻഡിൽ വെച്ചിട്ട് ഈ മോഡുലേറ്റഡ് വേവിൽ നിന്ന് ഓഡിയോ സിഗ്നലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡിമോഡുലേഷൻ. ദ ഓഡിയോ സിഗ്നൽ ഈസ് ദെൻ ആംപ്ലിഫൈഡ് ആൻഡ് റീപ്രൊഡ്യൂസ്ഡ് ഇൻ ടു സൗണ്ട് ബൈ എ ലൗഡ് സ്പീക്കർ. എന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന ഓഡിയോ സിഗ്നലിനെ റിസീവറിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യുന്നു, ആംപ്ലിഫയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സൗണ്ട് ലൗഡ് സ്പീക്കറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ. ഇനി നോക്കുക, ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ഇനി നമ്മൾ പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഒരു റേഡിയോ AM ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. AM ട്രാൻസ്മിറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ട്രാൻസ്മിറ്റർ എന്നുള്ളതാണ്. അതായത് ഈ മോഡുലേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ലോ ഫ്രീക്വൻസി ഓഡിയോ സിഗ്നൽസിനെ ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽസുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ മോഡുലേഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നും ഫ്രീക്വൻസി മോഡുലേഷൻ എന്നും. ഇവിടെ മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് മോഡുലേറ്റഡ് അതായത് നമ്മുടെ കാരിയർ വേവും ഓഡിയോ സിഗ്നലുമാണ്. അതായത് നമ്മൾ ഓഡിയോ സിഗ്നലിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ആ ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽ ഉണ്ടല്ലോ, അതിനെ നമ്മൾ കാരിയർ വേവ് എന്നാണ് പറയുക. അപ്പോൾ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഈ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഓഡിയോ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതുക. അത്തരം മോഡുലേഷൻ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നാണ് പറയുക. നമ്മളത് ഡിസ്കസ് ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ഈസ് ചേഞ്ചിങ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓഡിയോ സിഗ്നൽ. ഓക്കെ, ഓഡിയോ സിഗ്നലിനനുസരിച്ചിട്ട് കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത്തരം മോഡുലേഷൻ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നാണ് പറയുക. എന്നാൽ ഓഡിയോ സിഗ്നലിനനുസരിച്ചിട്ട് നമ്മുടെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത്തരം മോഡുലേഷനെ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാണ് പറയുക. ഇതേപോലെ കാരിയർ വേവിൻ്റെ ഫേസ് ആണ് ഓഡിയോ സിഗ്നലിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഫേസ് മോഡുലേഷൻ എന്നാണ് പറയുക. കാര്യമായിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു AM ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ടെക്നിക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് AM ട്രാൻസ്മിറ്റർ നോക്കുക. ഇവിടെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ, ഈ ഒരു ട്രാൻസ്മിറ്ററിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം, RF സർക്യൂട്ടും ഓഡിയോ സർക്യൂട്ടും. അപ്പോൾ നോക്കുക, RF സർക്യൂട്ടിൽ വരുന്നത് ഒരു RF ഓസിലേറ്റർ ഉണ്ട്, ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഒരു മോഡുലേറ്റർ ഉണ്ട് അല്ലേ. മോഡുലേറ്റർ രണ്ടിലും ജനറൽ ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ ഓഡിയോ സർക്യൂട്ടിലാണെങ്കിൽ ഓഡിയോ സിഗ്നൽ, ഓഡിയോ ആംപ്ലിഫയർ അല്ലേ, അത്രയോ ഉള്ളത്. പിന്നെ അത് രണ്ടും മോഡുലേറ്റർ, ഇവിടെ ഒരു ആൻറ്റിന, അത്രയുമാണ് ഒരു AM ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ മോഡുലേറ്റഡ് വേവിനെ നമ്മുടെ സ്പേസിലേക്ക് സെൻഡ് ചെയ്യുന്നത്, ആ സ്പേസിലേക്ക് സെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് വരെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇവിടെ റേഡിയോ സിഗ്നലിനെ ഓഡിയോ സിഗ്നലുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന വേവിനെ എന്ത് ചെയ്യുന്നു, ഈ ആൻറ്റിന അല്ലേ, ഈ ആൻറ്റിന സ്പേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ആ സ്പേസിലൂടെ ലോങ് ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ട് റിസീവർ എൻഡിലേക്ക് എത്തുന്നു അല്ലേ. റിസീവർ എൻഡിലേക്കൊക്കെ എത്തുന്നത് റേഡിയോ റിസീവറിൽ നടക്കുന്നതാണ്. ഇവിടെ എത്രയോ ആണ് മോഡുലേഷൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാരിയർ റേഡിയോ വേവുമായിട്ട് നമ്മുടെ ഓഡിയോ സിഗ്നലിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. ശേഷം ആൻറ്റിന അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, സ്പേസിലൂടെ അത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. നോക്കുക, റേഡിയോ വേവ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ. ഈ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ നിന്നാണ് റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, ഈ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നാണ്.
These waves propagated through space and at the receiver end it is received by the radio receiver. അങ്ങനെ അത് സ്പേസിലൂടെ ട്രാവൽ ചെയ്തതിന് ശേഷം റിസീവർ എൻഡിൽ എത്തിയിട്ട് അത് റിസീവർ അല്ലെ റേഡിയോ റിസീവർ അത് റിസീവ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിനെ ഇതിനകത്ത് ഈ AM ട്രാൻസ്മിറ്ററിനകത്ത് നടക്കുന്ന പ്രോസസ്സിനെ മൊത്തത്തിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസ്മിറ്റർ, ട്രാൻസ്മിഷൻ ഓഫ് വേവ്സ്, റേഡിയോ റിസീവർ. ഓക്കെ, ട്രാൻസ്മിറ്റർ, ട്രാൻസ്മിഷൻ ഓഫ് വേവ്സ്, റേഡിയോ റിസീവർ. അതിനകത്ത് ട്രാൻസ്മിറ്റർ AM ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ശേഷം നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് വേവ്സും റേഡിയോ റിസീവറും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, AM ട്രാൻസ്മിറ്ററിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കുക. ഇവിടെ ആദ്യം നമ്മൾ ഓഡിയോ സിഗ്നൽ, ആ ഓഡിയോ സിഗ്നലിനെയാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഓഡിയോ സിഗ്നലിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. Audio signal is first converted to electric signal, then it is amplified by with the help of a audio amplifier. എന്നിട്ട് അത് ഒരു ഓഡിയോ ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് ആംപ്ലിഫൈ ചെയ്യാണ്. That amplified electric signal corresponding to that audio signal is fed to the modulator. അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ മോഡുലേറ്ററിലേക്ക് ഫെഡ് ചെയ്യാണ്, മോഡുലേറ്ററിലേക്ക് കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഓഡിയോ സർക്യൂട്ടിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് മനസ്സിലായല്ലോ. ഓഡിയോ സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക് സിഗ്നൽ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഓഡിയോ ആംപ്ലിഫയർ. ദെൻ ദാറ്റ് ആംപ്ലിഫൈഡ് സിഗ്നൽ ഈസ് ഫെഡ് ടു ദ മോഡുലേറ്റർ. ദെൻ ഈ RF സർക്യൂട്ടിൽ നടക്കുന്നതോ, RF ഓസിലേറ്റർ. RF ഓസിലേറ്റർ മീൻസ് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽസ്. യൂഷ്വലി ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആർ യൂസ്ഡ് ഹിയർ. അല്ലെ, ഇവിടെ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ്, അതാണ് കാരിയർ വേവ്. ഓക്കെ, കാരിയർ വേവ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് കാരിയർ വേവ് ഈസ് ആംപ്ലിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ആംപ്ലിഫയർ. ദെൻ ഇറ്റ് ഈസ് ആൾസോ ഫെഡ് ടു ദ മോഡുലേറ്റർ. ഓക്കെ, അതും മോഡുലേറ്ററിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ RF സർക്യൂട്ടിൽ നടക്കുന്നത് എന്താണ്, എ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈസ് യൂസ്ഡ് ആസ് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ വിച്ച് പ്രൊഡ്യൂസ് ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽസ് വിച്ച് ഈസ് ആംപ്ലിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ആംപ്ലിഫയർ ആൻഡ് ഫെഡ് ടു ദ മോഡുലേറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഓഡിയോ സിഗ്നലും മോഡുലേറ്ററിലെത്തി, നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലും മോഡുലേറ്ററിലെത്തി. ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലും റേഡിയോ ഫ്രീക്വൻസി സിഗ്നലും മോഡുലേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അല്ലേ, അറ്റ് മോഡുലേറ്റർ ബോത്ത് ദീസ് RF സിഗ്നൽ ആൻഡ് ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ആർ സൂപ്പർ ഇമ്പോസ്ഡ്. അല്ലേ, ഇത് രണ്ടും എന്ത് ചെയ്യാണ്, ഈ മോഡുലേറ്ററിൽ വെച്ചിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെടുന്നു. അല്ലേ, അപ്പോൾ ഇവിടെ നടക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്, കാരണം AM ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതാണ് ഇവിടുത്തെ കാരിയർ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ, ഇതാണ് ഇവിടുത്തെ ഓഡിയോ സിഗ്നൽ. ഈ ഓഡിയോ സിഗ്നലിൻ്റെ അല്ലേ, ഈ ഓഡിയോ സിഗ്നലിനനുസരിച്ചിട്ട് നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റേഡിയോ ഫ്രീക്വൻസി വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓഡിയോ സിഗ്നൽ. നോക്ക്, ഇവിടെ ഇതാണ് നമ്മളെ കാരിയർ വേവ്. കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും, ഇതേ ഫ്രീക്വൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അല്ലേ, ഫ്രീക്വൻസി നമ്മൾ അറിയാമല്ലോ, ഈ പിന്നെ വേവ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്ലേ, സ്പേസ് വല്ലാണ്ട് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, സ്പേസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി കുറവായിരിക്കും, ഒക്കെ നമുക്കറിയാം. ഇവിടെ ആ സ്പേസിങ് അതേപോലെ തന്നെ നിലനിൽക്കുന്നത്, ഫ്രീക്വൻസി മാറുന്നില്ല, കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി മാറുന്നില്ല. പിന്നെ എന്തിനാണ് മാറുന്നത്, ആംപ്ലിറ്റ്യൂഡാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആംപ്ലിറ്റ്യൂഡ് കൂടും കുറയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പറ്റ കുറയുന്നു അല്ലേ, പിന്നെയും കൂടുന്നു. അതായത് കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈ ഓഡിയോ സിഗ്നലിനനുസരിച്ചിട്ട് അല്ലേ, ഓഡിയോ സിഗ്നലിൻ്റെ ക്രസ്റ്റിൻ്റെ അവിടെ നോക്ക്, ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കൂടി വരിക. പിന്നെ ഇവിടെ ട്രഫ് എത്തുമ്പോൾ അല്ലേ, ആ ട്രഫിൻ്റെ ഡീപ്പസ്റ്റ് പോയിന്റിലൊക്കെ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കുറയുന്നതായിട്ട് കാണാം. അതായത് റേഡിയോ ഫ്രീക്വൻസി കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഡിയോ സിഗ്നലിനനുസരിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ എന്തുണ്ടാവുകയാണ്, അപ്പോൾ AM വേവ് ഉണ്ടാവുകയാണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഉണ്ടാവുകയാണ് ഇവിടെ ചെയ്യുന്നത് AM ട്രാൻസ്മിറ്റർ ആയതുകൊണ്ട്. ഇനി FM ട്രാൻസ്മിറ്റർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുക ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ആയിരിക്കും. എന്തായാലും അതെന്ത് ചെയ്യുന്നു, അപ്പോൾ അത്രയുമാണ് ഈ ഒരു ട്രാൻസ്മിറ്ററിൽ നടക്കുന്ന ഓപ്പറേഷൻ. അപ്പോൾ ട്രാൻസ്മിറ്ററിൽ നടക്കുന്ന ഓപ്പറേഷൻ ഒന്നുകൂടി പറയാം. Audio signal is converted to electric signal and is amplified with the help of a audio amplifier. Then that audio frequency signal is fed to the modulator. A crystal oscillator is used as RF oscillator here, which produce high frequency radio signal which is amplified with the help of an amplifier which is also fed to the modulator. At modulator, both of them are superimposed each other with the help of which the modulated amplitude modulated wave is formed. ഓക്കെ, അപ്പോൾ അത്രയുമാണ് അവിടെ ട്രാൻസ്മിറ്ററിൽ നടക്കുന്ന ഓപ്പറേഷൻ.
ഇനി ട്രാൻസ്മിഷൻ ഓഫ് വേവ്സ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ട്രാൻസ്മിഷൻ ഓഫ് വേവ് ഈസ് പെർഫോംഡ് ബൈ ആൻറ്റിന അല്ലേ. അതായത് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്, ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഈസ് ഫെഡ് ടു ദ ആൻറ്റിന ഫസ്റ്റ്. ആൻറ്റിനയിലേക്ക് കൊടുക്കുന്നു. ഫ്രം ആൻറ്റിന ദിസ് AM wave is radiated into space in different direction with different velocity. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ആൻറ്റിനയിൽ നിന്ന് ഈ മോഡുലേറ്റഡ് വേവ് എന്ത് ചെയ്യപ്പെടുകയാണ്, റേഡിയേറ്റ് ചെയ്യുകയാണ് അല്ലേ. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ, ഡിഫറെൻറ്റ് വെലോസിറ്റിയിലല്ല ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ, EM വേവ് അറിയാലോ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണല്ലോ ട്രാവൽ ചെയ്യുക. കാരണം റേഡിയോ വേവ് എന്ന് പറയുന്ന ഒരു EM വേവ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ഇൻ ഓൾ ഡയറക്ഷൻ അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റിയിൽ അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ട്രാൻസ്മിഷൻ ഓഫ് വേവ്സിൽ പറയുന്നത്. ഫ്രം മോഡുലേറ്റർ ദ മോഡുലേറ്റഡ് വേവ് ഈസ് ഫെഡ് ടു ദ ആൻറ്റിന ഫ്രം വേർ ഇറ്റ് ഈസ് റേഡിയേറ്റഡ് ഇൻ സ്പേസ് ഇൻ ഓൾ ഡയറക്ഷൻ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, അതാണ് ട്രാൻസ്മിഷൻ ഓഫ് വേവ്സ്. പിന്നെ റേഡിയോ റിസീവർ ആണ്. അറ്റ് ദ റിസീവർ എൻഡ് ദർ ഇസ് ആൻ ആൻറ്റിന. അവിടെ ഒരു ആൻറ്റിന ഉണ്ടായിരിക്കും, റിസീവറിലും ഒരു ആൻറ്റിന ഉണ്ടായിരിക്കും. ആ ആൻറ്റിനയിൽ ഈ മോഡുലേറ്റഡ് വേവ് ചെന്ന് തട്ടുമ്പോൾ അല്ലെ, വെൻ മോഡുലേറ്റഡ് വേവ് ഈസ് റീച്ച്ഡ് അറ്റ് ദ ആൻറ്റിന അറ്റ് ലോങ് ഡിസ്റ്റൻസിലായിരിക്കും, ഇറ്റ് ഇൻഡ്യൂസ് എ സ്മോൾ EMF ഓൺ ദാറ്റ് ആൻറ്റിന. ആ ആൻറ്റിനയിൽ ഒരു സ്മോൾ EMF അതുണ്ടാക്കുന്നു, ആ മോഡുലേറ്റഡ് വേവ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദാറ്റ് ആൻറ്റിന ക്യാൻ റിസീവ് അല്ലേ, ബൈ ദിസ് ദാറ്റ് ആൻറ്റിന ക്യാൻ റിസീവ് ദ മോഡുലേറ്റഡ് വേവ്. ആൻറ്റിനയ്ക്ക് മോഡുലേറ്റഡ് വേവിനെ റിസീവ് ചെയ്യാൻ സാധിക്കുന്നു. ആ ആൻറ്റിനയെ അങ്ങനെ മോഡുലേറ്റഡ് വേവിനെ റിസീവ് ചെയ്തിട്ട് അതിനകത്തെ റേഡിയോ സിഗ്നലിനെ ആദ്യം അത് ആംപ്ലിഫൈ ചെയ്യാണ്. റേഡിയോ സിഗ്നൽ, കാരണം റേഡിയോ സിഗ്നലിൻ്റെയും ഓഡിയോ സിഗ്നലിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണല്ലോ മോഡുലേറ്റഡ് വേവ്. റേഡിയോ സിഗ്നൽ ഈസ് ഫസ്റ്റ് ആംപ്ലിഫൈഡ് ആൻഡ് ദെൻ ദ ഓഡിയോ സിഗ്നൽ ഈസ് എക്സ്ട്രാക്റ്റഡ്. റേഡിയോ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഓഡിയോ സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ദെൻ ദാറ്റ് ഓഡിയോ സിഗ്നൽ ഈസ് ആൾസോ ആംപ്ലിഫൈഡ്. പിന്നെ ആ ഓഡിയോ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ദ ലൗഡ് സ്പീക്കർ ടു റീപ്രൊഡ്യൂസ് ദ സൗണ്ട്. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യാണ്, അത് ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്നു, എന്നിട്ട് സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് റേഡിയോ റിസീവർ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. അറ്റ് ദ റിസീവർ ദർ ഈസ് ആൻ ആൻറ്റിന at where an EMF is induced when modulated wave is reached there. Okay, then with the help of that EMF, that antenna can receive that modulated wave. From that modulated wave, radio frequency carrier wave is first amplified. Radio frequency signal is first amplified, then the audio signal is extracted, then audio signal is also amplified, which is given to a ലൗഡ് സ്പീക്കർ ടു റീപ്രൊഡ്യൂസ് ദ സൗണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ കൊടുത്ത ഈ സൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ലോങ് ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള റിസീവർ വെച്ചിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡീമോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് റിസീവറിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു റേഡിയോ ട്രാൻസ്മിറ്ററിൻ്റെ റേഡിയോ ട്രാൻസ്മിറ്റർ എന്ന് മാത്രമല്ല ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള ട്രാൻസ്മിറ്ററിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം കൂടി നമ്മളിവിടെ കാണിച്ചു എന്നുള്ളതാണ്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ 3 പാർട്ടുകളുടെ ട്രാൻസ്മിറ്റർ, ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്, റിസീവർ, അതിൻ്റെ ഓപ്പറേഷനാണ് നമ്മൾ പറഞ്ഞത്. അത് അവിടെ ഞാനൊന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ട്രാൻസ്മിറ്റർ, ഓഡിയോ സിഗ്നൽ ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക് സിഗ്നൽ ആൻഡ് ഈസ് ആംപ്ലിഫൈഡ് ബൈ എ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. ഓഡിയോ സിഗ്നലിനെ ആദ്യം നമ്മൾ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് അത് ആംപ്ലിഫൈ ചെയ്യുകയാണ്. ദെൻ ഇറ്റ് ഈസ് ഫെഡ് ടു ദ മോഡുലേറ്റർ, എന്നിട്ട് അത് മോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നു. ക്രിസ്റ്റൽ ആർ ഓസിലേറ്റർ പ്രൊഡ്യൂസസ് ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ് വിച്ച് ആക്ട് ആസ് കാരിയർ വേവ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സിൽ അല്ലേ, ഓസിലേറ്റേഴ്സ് പഠിച്ചപ്പോൾ. ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള കാരിയർ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കാരിയർ വേവ് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൾസോ ആംപ്ലിഫൈഡ് ആൻഡ് ഫെഡ് ടു ദ മോഡുലേറ്റർ. എന്നിട്ട് അത് മോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നു. At modulator, audio frequency signal is superimposed with the carrier wave and modulated wave is generated. ഈ മോഡുലേറ്ററിൽ എന്ത് സംഭവിക്കുകയാണ്, ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലും അതേപോലെ തന്നെ കാരിയർ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് രണ്ടും സൂപ്പറിംപോസ് ചെയ്തിട്ട് മോഡുലേറ്റഡ് വേവ്, ഇവിടെ നമ്മൾ പറഞ്ഞ കേസിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അത്രയുമാണ് ട്രാൻസ്മിറ്റിൽ നടക്കുന്ന ഓപ്പറേഷൻ. ഇനി ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ് ശ്രദ്ധിക്കുക. മോഡുലേറ്റഡ് വേവ് ഈസ് ഫെഡ് ടു ദ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. മോഡുലേറ്റഡ് വേവിനെ മോഡുലേറ്ററിൽ നിന്ന് ആൻറ്റിനയിലേക്ക് കൊടുക്കുകയാണ്, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിലേക്ക് കൊടുക്കുകയാണ്. ഫ്രം വിച്ച്
That radio frequency modulated wave is radiated in all direction and transmitted through space with the velocity of light. ആ ആൻറ്റിനയിൽ നിന്ന് ആ മോഡുലേറ്റഡ് വേവ് റേഡിയോ ഫ്രീക്വൻസി ഉള്ള മോഡുലേറ്റഡ് വേവ് എന്ത് ചെയ്യുകയാണ്, റേഡിയേറ്റ് ചെയ്യുകയാണ്, സ്പേസിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയാണ്, ഓൾ ഡയറക്ഷനിലേക്ക് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് എന്നിട്ട് സ്പേസിലൂടെ ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ, EM വേവ് ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഇനി റേഡിയോ റിസീവർ നോക്കുക. വെൻ ദ മോഡുലേറ്റഡ് വേവ് റീച്ചസ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺ റിസീവർ ആൻറ്റിന, അല്ലേ? റിസീവർ ആൻറ്റിനയിൽ ഈ മോഡുലേറ്റഡ് വേവ് എത്തുന്ന സമയത്ത് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. യൂസിങ് ബൈ വിച്ച് മോഡുലേറ്റഡ് വേവ് ഈസ് റിസീവ്ഡ്. അത് ഉപയോഗിച്ചുകൊണ്ട് ആ മോഡുലേറ്റഡ് വേവിനെ റിസീവ് ചെയ്യാൻ റിസീവർ ആൻറ്റിനയ്ക്ക് സാധിക്കുന്നു. റേഡിയോ സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് ഫസ്റ്റ് ആൻഡ് ഓഡിയോ സിഗ്നൽ ഈസ് എക്സ്ട്രാക്റ്റഡ്. അപ്പോൾ ആ മോഡുലേറ്റഡ് വേവിൽ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലും ഉണ്ട്, ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് ഈ മോഡുലേറ്റഡ് വേവ്. ഈ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിനെ ആദ്യം ആംപ്ലിഫൈ ചെയ്യുന്നു, ആ സമയത്ത് ഓഡിയോ സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, വേർതിരിച്ചെടുക്കുന്നു. Then audio signal is also amplified and is fed to loudspeaker to reproduce sound. അതിനുശേഷം ഓഡിയോ സിഗ്നലിനെയും ആംപ്ലിഫൈ ചെയ്യുന്നു, എന്നിട്ട് ആ ആംപ്ലിഫൈഡ് ഓഡിയോ സിഗ്നലിനെ ലൗഡ് സ്പീക്കറിലേക്ക് ഫെഡ് ചെയ്തിട്ട് സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ വർക്കിംഗ് എന്ന് പറയുന്നത്. മോഡുലേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോഡുലേഷൻ്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. മോഡുലേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ high frequency radio wave or carrier wave changes in accordance with the intensity of the audio signal which is superimposed with it എന്നാണ്, അല്ലേ? നമ്മൾ പറഞ്ഞു ലോ ഫ്രീക്വൻസി ഓഡിയോ സിഗ്നലിന് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള എനർജി ഇല്ല, കാരണം എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് അതിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് എനർജി കൂടുതലുള്ള, ഫ്രീക്വൻസി കൂടുതലുള്ള റേഡിയോ വേവുമായിട്ട് അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യണം. അങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ആ റേഡിയോ വേവിൻ്റെ മീൻസ് കാരിയർ വേവിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്, അത് ചിലപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആവാം, ചിലപ്പോൾ ഫ്രീക്വൻസി ആവാം, അല്ലെങ്കിൽ ഫേസ് ആവാം, അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓഡിയോ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ചിത്രം ഏകദേശമൊക്കെ നമ്മളൊന്ന് കണ്ടതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അവിടെ നമ്മുടെ ഓഡിയോ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു, അല്ലേ? ആംപ്ലിറ്റ്യൂഡ് ഈ ഓഡിയോ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കണ്ടു. അതായിരുന്നു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ ഇതാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ബൈ വിച്ച് സം ക്യാരക്ടറിസ്റ്റിക് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഓർ ഫേസ് ഓഫ് ദ കാരിയർ വേവ് changes in accordance with the intensity of the audio signal which is superimposed with it. ഇനി അതിൽ നിന്ന് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ ഇതിനെല്ലാം ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും, അല്ലെ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്തായിരിക്കും? പ്രോസസ് ബൈ വിച്ച് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഓഡിയോ സിഗ്നൽ സൂപ്പറിംപോസ്ഡ് വിത്ത് ഇറ്റ്. എന്തായിരിക്കും ഫ്രീക്വൻസി മോഡുലേഷൻ? പ്രോസസ് ബൈ വിച്ച് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ intensity of the audio signal which is superimposed with it. എന്തായിരിക്കും ഫേസ് മോഡുലേഷൻ? process by which phase of the carrier wave changes in accordance with the intensity of the audio signal which is superimposed with it. അപ്പോൾ 3 മോഡുലേഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഇനി നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മോഡുലേഷൻ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ മോഡുലേഷൻ എന്ന് പറയുന്ന ഈ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് എന്തുകൊണ്ടൊക്കെയാണ്? പ്രധാനമായിട്ട് 3 റീസൺസ് ആണ്. ഒന്നാമത്തെ റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ലോ ഫ്രീക്വൻസി ഓഡിയോ സിഗ്നലിന് എനർജി കുറവായിരിക്കും. E = hν എന്ന് പറയുന്ന റിലേഷൻ പ്രകാരം എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ ഓഡിയോ സിഗ്നലിന് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള എനർജി ഇല്ല. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഉള്ള, ഹൈ എനർജി ഉള്ള കാരിയർ വേവ് ആയിട്ടുള്ള റേഡിയോ വേവുമായിട്ട് ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ, അല്ലേ, അതിൻ്റെ കൂടെ ആ ഒരു ഹൈ എനർജി ഉപയോഗിച്ചുകൊണ്ട്, ഈ റേഡിയോ സിഗ്നലിൻ്റെ ഹൈ എനർജി ഉപയോഗിച്ചുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് നമുക്കതിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്ത്തിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ വേവ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ ടു ബി ട്രാൻസ്മിറ്റഡ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഓഡിയോ സിഗ്നലിൻ്റെ 20 Hz to 20 kHz ഫ്രീക്വൻസി ഉള്ള ഓഡിയോ സിഗ്നലിൻ്റെ വേവ് ലെങ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, വേവ് ലെങ്ത് നമ്മളെങ്ങനെ കാണുക? വെലോസിറ്റി ബൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന റിലേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ വെലോസിറ്റി ബൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന
റിലേഷൻ വെച്ചിട്ട് ഈ 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് ഫ്രീക്വൻസിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വേവ് ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ ആ വേവ് ലെങ്ത് എക്സ്ട്രീംലി ലാർജ് വാല്യൂസാണ് വരിക. ഓക്കെ, കിലോമീറ്റേഴ്സ് റേഞ്ചിലൊക്കെ വരും. അപ്പോൾ അത്രയും പോകുന്ന ഒരു ആൻറ്റിന, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഓക്കെ, എന്നാൽ നമ്മളിവിടെ റേഡിയോ സിഗ്നൽ അല്ലേ, നമ്മൾ മോഡുലേഷൻ ചെയ്യുമ്പോൾ റേഡിയോ സിഗ്നൽ ആണല്ലോ ഉപയോഗിക്കുന്നത്. ഈ റേഡിയോ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി 1 മെഗാ ഹെഡ്സ് ആ റേഞ്ചിലൊക്കെ വരിക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെലോസിറ്റി ബൈ ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ അതിൻ്റെ വേവ് ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ 300 മീറ്റർ അല്ലേ, 400 മീറ്റർ ആ റേഞ്ചിലൊക്കെയാണ് വരിക. അപ്പോൾ ആൻറ്റിനയുടെ ഹൈറ്റ് എത്ര മതി? ഈ വേവ് ലെങ്ത്തിന് ഇക്വാലൻ്റ് ആയിട്ട് 300 മീറ്റർ ഹൈറ്റുള്ള ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റേഡിയോ വേവിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ 300 മീറ്റർ ഹൈറ്റുള്ള ഒരു ആൻറ്റിനയൊക്കെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിളാണ്, കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ വേവിന് ഒരു മീഡിയവും ഇല്ലാതെ സ്പേസിലൂടെ വരെ ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ. റേഡിയോ വേവ് ക്യാൻ ട്രാവൽ ഈവൻ ത്രൂ സ്പേസ്. എന്നാൽ ഓഡിയോ സിഗ്നൽ അങ്ങനെയല്ല അല്ലേ, സ്പേസിലൂടെ അതിന് പോകാൻ സാധിക്കില്ല. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്പേസിൽ പോകുന്ന ആസ്ട്രോനോട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം സൗണ്ട് വേവിന് സ്പേസിലൂടെ ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. അതൊരു മെക്കാനിക്കൽ വേവ് ആയതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ അവർ റേഡിയോ വേവ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഇവിടെ റേഡിയോ വേവിന് സ്പേസിലൂടെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവും എന്നുള്ളതാണ്. ഒരു മീഡിയം അല്ലാതെ സ്പേസിലൂടെ വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതും ഈ ഒരു മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പോൾ മോഡുലേഷൻ്റെ ഡെഫിനിഷൻ, മോഡുലേഷൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് നോക്കുക. മോഡുലേഷൻ ഡെഫിനിഷൻ: ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സം ക്യാരക്ടറിസ്റ്റിക്സ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് ഓഫ് കാരിയർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ വേവ് ആണ്, ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഓഡിയോ സിഗ്നൽ സൂപ്പർ ഇമ്പോസ്ഡ് വിത്ത് ഇറ്റ്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനായി, ഫ്രീക്വൻസി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷനായി, ഫേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് മോഡുലേഷനായി. ഈ ഡെഫിനിഷനിൽ മോഡുലേഷൻ്റെ ഡെഫിനിഷൻ AM, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഡെഫിനിഷൻ, ഫേസ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ ഒക്കെ നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് കിട്ടും. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മോഡുലേഷൻ നോക്കുക. ഫസ്റ്റ് ഇമ്പോർട്ടൻസ്: ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനാസ് ഹൈറ്റ് മസ്റ്റ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ വേവ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ വിച്ച് ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ്. For low frequency audio signal, wavelength is very large, so extremely large antenna should be required for its transmission. But wavelength of radio wave is less, near 300 meter. Antenna of length 300 meter can be constructed practically. Okay, നമ്മൾ റേഡിയോ വേവ് ആക്കി മാറ്റുമ്പോൾ അല്ലേ, അതിൻ്റെ വേവ് ലെങ്ത് 300 മീറ്റർ വരുന്നുള്ളൂ. അപ്പോൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ 300 മീറ്റർ റേഞ്ചുള്ള ഒരു ആൻറ്റിന മതി. അത് നമുക്ക് പ്രാക്ടിക്കലി കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ ഓഡിയോ സിഗ്നൽ അങ്ങനെയല്ല, എക്സ്ട്രീംലി ലാർജ് ഹൈറ്റ് വേവ് ലെങ്ത് ആണ് അതിനുള്ളത്. അതുകൊണ്ട് എക്സ്ട്രീംലി ലാർജ് ഹൈറ്റുള്ള ആൻറ്റിനാസ്, കിലോമീറ്റേഴ്സ് ഹൈറ്റുള്ള ആൻറ്റിനകൾ വേണ്ടി വരും. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ എവറി എനർജി ഓഫ് ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽ ഈസ് ഹൈ ആൻഡ് ഇനഫ് ടു ട്രാൻസ്മിറ്റ് ലോങ് ഡിസ്റ്റൻസസ്. അതായത് റേഡിയോ വേവ്സിന് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള ഹൈ എനർജി ഉണ്ട്, കാരണം അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായതുകൊണ്ടാണ്. എന്നാൽ ഓഡിയോ സിഗ്നലിന് അങ്ങനെയല്ല, ഫ്രീക്വൻസി കുറവായതുകൊണ്ട് എനർജി കുറവാണ്, ലോങ് ഡിസ്റ്റൻസ് ഒന്നും കവർ ചെയ്യാൻ സാധിക്കില്ല. റേഡിയോ വേവ് ക്യാൻ ട്രാവൽ ഈവൻ ത്രൂ സ്പേസ്, സോ മോഡുലേഷൻ ഹെൽപ്പ് ഫോർ ദ വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. റേഡിയോ വേവിനെ സ്പേസിലൂടെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ പ്രായോഗികമാക്കാൻ ഈ മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിനെ കൊണ്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോഡുലേഷൻ്റെ ഒരു ഡെഫിനിഷനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസും. ഇനി മോഡുലേഷനെ പ്രധാനമായിട്ടും നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക പറഞ്ഞു: ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. അപ്പോൾ അതിനകത്തെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.